ചെന്നൈയും മുംബൈയും നേർക്കുനേർ വരുമ്പോൾ മത്സരം ആവേശകരമാകാറുണ്ട്. അതുപോലെ തന്നെയായിരുന്നു ഇന്നത്തെ മാച്ച്. അപ്പോൾ ഇന്നത്തെ CSK മുംബൈ മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ശരിക്കും ഇന്നത്തെ മാച്ച് ഒരു എൽ ക്ലാസിക് പോരാട്ടം തന്നെയായിരുന്നു. അതുപോലത്തെ പ്രകടനമാണ് രണ്ട് ടീമും കാഴ്ചവെച്ചത്. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് CSK ആയിരുന്നു. അവർക്ക് ഓപ്പണിംഗിൽ തന്നെ പണി കിട്ടി. രഹാനി ആയിരുന്നു ഇന്ന് CSK ടീമിന് വേണ്ടി ഓപ്പണിംഗിൽ ഇറങ്ങിയത്. താരം പെട്ടെന്ന് ഔട്ടായി. എന്നാൽ കളി വിട്ടുകൊടുക്കാൻ രവീന്ദ്രയും ഋതുരാജും ഒരുക്കമില്ലായിരുന്നു. രണ്ടുപേരും നല്ല കളി പുറത്തെടുത്തു. എന്നാൽ രവീന്ദ്ര 21 റൺസിൽ ഔട്ടായി. അതേസമയം തന്നെ ഋതുരാജ് ഇന്ന് വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. 69 റൺസ് ഋതുരാജ് അടിച്ചുകൂട്ടി. ശിവൻ ദുബെയും ഋതുരാജുമാണ് CSK ടീമിന് ഇന്ന് മികച്ചൊരു സ്കോർ സമ്മാനിച്ചത്. രണ്ടുപേരും വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. മുംബൈ ബൗളേഴ്സിന് കണക്കിന് കിട്ടി. ശിവൻ ദുബെ ഇന്ന് ഔട്ടാവാതെ 66 റൺസാണ് അടിച്ചുകൂട്ടിയത്. എങ്കിലും ചെന്നൈ 19 ഓവറിൽ 180 റൺസ് മാത്രമേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ലാസ്റ്റ് ഓവറിൽ ധോണി എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ലാസ്റ്റ് ഓവറിൽ പാണ്ഡ്യക്കെതിരെ 3 സിക്സാണ് ധോണി അടിച്ചു വായിച്ചത്. ഇതോടുകൂടി ചെന്നൈ ടീം 206 എന്ന കൂറ്റൻ ടാർഗറ്റിലേക്ക് എത്തി. ആ പഴയ ധോണിയാണ് നമ്മൾ ഇന്ന് കളിക്കളത്തിൽ കണ്ടത്. അതുപോലെയായിരുന്നു ധോണിയുടെ ഓരോ സിക്സും. ഹാട്രിക് സിക്സാണ് ധോണി ഇന്ന് അടിച്ചു കൂട്ടിയത്. പിന്നീട് മുംബൈ ടീം സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. അവർക്ക് നല്ലൊരു തുടക്കമായിരുന്നു ഇന്ന് ലഭിച്ചത്. രോഹിത് ശർമ്മയും ഇഷാനും അടിച്ചു കളിച്ചു. എന്നാൽ ഇഷാൻ 23 റൺസിൽ ഔട്ടായി. അത് മുംബൈക്ക് തിരിച്ചടിയായിരുന്നു. പിന്നീട് മുംബൈയുടെ പ്രതീക്ഷ സൂര്യയിലായിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ സൂര്യ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. താരം വേഗത്തിൽ 50 അടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ മാച്ചിൽ സൂര്യ ഡക്കിലാണ് പുറത്തായത്. ഇത് മുംബൈക്ക് വലിയ തിരിച്ചടിയായിരുന്നു. പിന്നീട് വന്നത് തിലക് വർമ്മയായിരുന്നു. തിലകും രോഹിത് ശർമ്മയും കൂടി മുംബൈ ടീമിനെ മുന്നോട്ട് നയിച്ചു. എന്നാൽ തിലകിനും അധികം ആയുസ്സുണ്ടായിരുന്നില്ല. 31 റൺസിൽ തിലക് ഔട്ടായി. ശേഷം വന്ന ഹാർദിക് പാണ്ഡ്യ 2 റൺസിൽ ഔട്ടായി. അതിനുശേഷം വന്ന ടിം ഡേവിഡ് ആകട്ടെ പെട്ടെന്ന് തന്നെ കൂടാരം കയറി. എന്നാൽ കളി വിട്ടുകൊടുക്കാൻ രോഹിത് ശർമ്മ ഒരുക്കമല്ലായിരുന്നു. ഒരു ഭാഗത്ത് നിന്ന് രോഹിത് ശർമ്മ അടിച്ചു തീർത്തു. അവസാന ഓവർ വരെ നീണ്ടു നിന്ന മത്സരമായിരുന്നു ഇന്നത്തേത്. ഇന്നത്തെ മാച്ച് വിശകലനം ചെയ്താൽ രണ്ട് ടീമും നല്ല കളി പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.